നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ റിവേറ്റിൻ്റെ ഒരു പ്രിൻ്റ് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം, എങ്ങനെ പ്രിൻ്റ് എടുക്കാം, PDF ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഇടുന്നത്. മലയാളത്തിലുള്ള ഉപകാരപ്രദമായ കുറച്ച് റിവേറ്റ് AutoCAD ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തൊന്ന് വിജയിപ്പിക്കുക. ഇത് എഡ്യൂക്കേഷണൽ പരമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന കുറച്ച് വീഡിയോസാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ മലയാളത്തിലൊരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പം കാണിക്കുന്നത്. ഇപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്ത് എൻ്റെ ചാനലിനെ ഒന്ന് വിജയിപ്പിക്കുക. അപ്പോൾ ഇതൊരു റിവേറ്റ് സെറ്റപ്പ് ഫയലാണ്, മീൻസ് ഷീറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയലാണ്, ഡ്രോയിങ്സ് ഫയലാണ്. നമുക്കിതിനെ എങ്ങനെ നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിന് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫയലിൽ പോന്നു. നമ്മൾ ഇതെല്ലാം ഈ ഷീറ്റ് സെറ്റപ്പ് ഇതൊക്കെ നമുക്ക് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ ഷീറ്റ് സെറ്റ് ചെയ്തെടുക്കുന്നതും ഈ ഡീറ്റെയിൽ ഐറ്റംസ് എങ്ങനെ ഉണ്ടാക്കും, ഇതൊക്കെ ഒരു ചെറിയൊരു വീഡിയോസുകൾ നമ്മൾ അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഒരു പ്രിൻ്റ് എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫയലിൽ പോന്നു. ഇതിനകത്ത് പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്, പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതർവൈസ് നമ്മൾ Ctrl+P അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഫോമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് PDF ക്രിയേറ്റർ എന്ന് കുറേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രം അത് ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ PDF ആർക്കിടെക്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ബ്ലൂ ബീം PDF ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമ്മളിത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, കറണ്ട് വ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം സെറ്റപ്പിൽ പോകുന്നു. ഇവിടെ അടുത്ത ഓപ്ഷൻസ് ഇതിനകത്ത് ഒരുപാട് ഷീറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഷീറ്റുകളുണ്ടെന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇത് വെച്ചിട്ട് ഇതിനകത്ത് സെലക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെലക്ട് വ്യൂസ് ഷീറ്റ് എന്നുള്ളതിനകത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്തൊക്കെ വ്യൂസുകളുണ്ടോ നമുക്കതെല്ലാം ഒരേ ടൈമിൽ അറ്റ് എ ടൈമിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് നമുക്കൊരു ഒറ്റ സമയം കൊണ്ട് നമുക്ക് PDF ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് വ്യൂസിനകത്ത് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നോക്കാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നോക്കാമെങ്കിൽ എല്ലാ വ്യൂസുകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം ഏതൊക്കെയാണ് ഷീറ്റുകൾ ഏതാണ് അത് മാത്രം സെലക്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഞാനിതിനകത്ത് അത് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മളിവിടെ കറണ്ട് വിൻഡോ മാത്രമാണ്, കറണ്ട് സെലക്ഷൻസ് ആയിട്ടുള്ള ഇത് മാത്രമേ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിതിനകത്ത് ഇത് സെലക്ട് ചെയ്യുന്നു, സെറ്റപ്പിൽ പോകുന്നു. ഇപ്പോൾ ഏത് സൈസിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമ്മൾ അത് ആദ്യം സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ A1 നമുക്ക് വേണ്ടത്, അത് സെലക്ട് ചെയ്യുന്നു. സെൻറ്റർ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഫിറ്റ് ടു പേജ് ഇതൊക്കെ ഓട്ടോമാറ്റിക് സെറ്റഡ് ആണ് അതെല്ലാം. അതിനുശേഷം നമ്മൾ പ്രസൻറ്റേഷൻ പോകുന്നു. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഹൈ വേണോ മീഡിയം വേണോ, നമ്മൾ പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ബ്ലാക്ക് ലൈൻ വേണമെങ്കിൽ ബ്ലാക്ക് ലൈൻ എടുക്കാം, കളർ വേണമെങ്കിൽ കളർ. നമ്മൾ ബ്ലാക്ക് ലൈൻ ചൂസ് ചെയ്യുന്നു, ക്ലിക്ക് ഓക്കെ. നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്, നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട. ഓക്കെ, നമ്മളിതിൻ്റെ പ്രിവ്യൂ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ വന്നു. നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ഓപ്ഷൻ കൊടുക്കുന്നു, പ്രിൻ്റ് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അത് റണ്ണായി വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്രദമായ കുറേ വീഡിയോസാണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത് ചാനലൊന്ന് ബൂസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളൊന്നുകൂടെ ഞാൻ കാണിക്കാം. Ctrl+P നമ്മൾ സെലക്ട് ചെയ്യുന്ന PDF ക്രിയേറ്റർ, നമ്മൾ കറണ്ട് ഇതിനകത്ത് 3-4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ വ്യൂസും നമുക്ക് സെലക്ട് ചെയ്യാം, ഏത് വേണ്ടെന്നുള്ളത്. വ്യൂസ് മാറ്റിയിട്ട് ഷീറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ ഷീറ്റ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് എടുക്കാം. നമ്മൾ തൽക്കാലം നമ്മൾ കറണ്ട് വ്യൂ സെലക്ട് ചെയ്തു, സെറ്റപ്പിൽ പോയി A1 ഷീറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ISO ഏത് ഷീറ്റാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. A3 വേണമെന്നുണ്ടെങ്കിൽ A3 സെലക്ട് ചെയ്യാം. ദെൻ പ്രസൻറ്റേഷൻ ബ്ലാക്ക് ലൈൻ, ഓക്കെ, ക്ലിക്ക് ഓക്കെ. നോ പ്രിവ്യൂ പ്രിൻ്റ് ഓക്കെ.
ലൊക്കേഷൻ നമ്മൾ ചോദിക്കുന്നു. ലൊക്കേഷൻ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ സേവ് ചെയ്യുന്നു. ഇവിടെ ഇത് ഓക്കെ A01 എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സേവ് കൊടുക്കുന്നു. റീപ്ലേസ് സേവ്. സിമ്പിൾ. ദ PDF ഈസ് ക്രിയേറ്റഡ്. നമുക്ക് ആവശ്യാനുസരണമുള്ള എല്ലാ സൈസിലും നമുക്ക് ഇത് PDF നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. Ctrl+P സെറ്റപ്പ്. ഇവിടെ നമുക്ക് പേജ് A1 ആണെന്നുണ്ടെങ്കിൽ A1 കൊടുക്കാം, A0 വേണമെങ്കിൽ A0 കൊടുക്കാം. ബ്ലാക്ക് കളേഴ്സ് വേണമെങ്കിൽ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, നോ, റിവ്യൂ, പ്രിൻറ്റ്, ദെൻ ഓക്കെ. അത് റണ്ണായി വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെയധികം വീഡിയോസ് ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ടുള്ള വീഡിയോസൊക്കെയാണ്. AutoCAD ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വളരെയധികം എഡ്യൂക്കേഷൻ പരമായിട്ട് ചെയ്യാനുള്ള ഉദ്ദേശമാണ്. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലൊക്കേഷൻസ് കൊടുക്കുന്നു. ലൊക്കേഷൻ കൊടുത്ത് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ പുതിയ പേരിലാണ് പുതിയ പേരിൽ കൊടുക്കാം. 1 2 3 എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ ഷീറ്റ് നെയിംസ് തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് കിട്ടും. അതിൽ സേവ് ചെയ്യുന്നു. സേവ് കൊടുക്കുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത സെറ്റപ്പുകൾ, പ്രിൻറ്റ് സെറ്റപ്പുകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെ പ്രോസസ്സിംഗ് ആണത്. നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് എങ്ങനെ ഒരു സെറ്റ് ഓഫ് 1 ടൈമിൽ നമുക്ക് എങ്ങനെ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം, മീൻസ് PDF ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നമുക്ക്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, like. Okay friends, see you.